സമൂസ ഇതുവരെ ഉണ്ടാക്കി കഴിഞ്ഞില്ലേ? ഞാൻ എത്ര മണിക്കൂർ മുമ്പ് ഫോൺ വിളിച്ചു പറഞ്ഞതാ. അതെ, ഇത് സമൂസയാണ്. ഇത് ഉണ്ടാക്കണമെങ്കിൽ ഒരുപാട് സമയം എടുക്കും. കേക്ക് ആകുമ്പം പെട്ടെന്ന് ഉണ്ടാക്കാവല്ലോ. ആരാ പറഞ്ഞ കേക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുമെന്ന്? കേക്ക് ഉണ്ടാക്കാൻ എന്ത് പ്രയാസമാണെന്ന് തനിക്കറിയാമോ? അതെ, കേക്കൊക്കെ ആർക്ക് വേണേലും ഉണ്ടാക്കാലോ. പക്ഷെ ഇത്രയും ടേസ്റ്റുള്ള സമൂസ ഈ ചായക്കട ചേട്ടന് മാത്രമേ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അതെ. ഓ അങ്ങനെയോ? താൻ പറയുന്ന പോലെ ആർക്ക് വേണമെങ്കിലും കേക്ക് ഉണ്ടാക്കാമെങ്കിൽ നാളെ കേക്ക് കോമ്പറ്റീഷൻ ഉണ്ട്. മേയർ സാർ നേരിട്ട് ആ ട്രോഫി തരുന്നേ. നിങ്ങളൊരു കേക്കൊക്കെ ഉണ്ടാക്കി വാ, കാണാം ആരാ ജയിക്കുന്നതെന്ന്. എന്നാ ശരി, നാളെ ഞങ്ങൾ കേക്ക് ഉണ്ടാക്കി കൊണ്ടുവരുന്നതാണ്. എന്നിട്ട് കോമ്പറ്റീഷനിൽ ജയിച്ച് കാണിക്കുകയും ചെയ്യാം, അല്ലേ പത്ലു? നീ പറഞ്ഞു കഴിഞ്ഞല്ലോ, നമുക്ക് ചെയ്യാം. പക്ഷെ ഇപ്പൊ ഇവിടുന്ന് ഓടാണ് നല്ലത്, അല്ലെങ്കിൽ നമ്മളെ ഇവിടെ കേക്ക് പോലെ ബേക്ക് ചെയ്യും. നിക്കണവിടെ. വാ, കേക്ക് കോമ്പറ്റീഷൻ തുടങ്ങാറായെന്നാ തോന്നുന്നേ. വണ്ടി നിർത്തണേ. ഈ ജോണിനെ പിടിക്കുന്ന കാര്യം വളരെ ബുദ്ധിമുട്ടാണ്. എനിക്ക് വയ്യ. എന്റെ ഡാഡി. എന്റെ ചിങ്കം സാറേ, ഈ കേക്ക് ഒന്ന് പിടിക്കും നിങ്ങള്. ഞങ്ങൾ ചെന്ന് ആ ജോണിനെ പിടിച്ചോണ്ട് വരാം. ഇതെന്ത് കേക്കോ? കേക്ക്. മോട്ടു പത്ലു, താങ്ക് യു. ഒരുപാട് നന്ദിയുണ്ട് മോട്ടു പത്ലു. ഓ ചിങ്കൻ സാറേ, ആരോടായി നന്ദിയൊക്കെ പറയുന്നത്? മോട്ടു പത്ലുവിനെ പോലെ സുഹൃത്തുക്കൾ കിട്ടുന്നത് വളരെ അപൂർവമാണ്. നിങ്ങൾക്കറിയോ, ഇന്ന് ശരിക്കും എന്റെ ബർത്ത്ഡേ ആണ്. പക്ഷെ ഞാൻ പോലും അത് മറന്നു. അവർക്കത് ഓർമ്മയുണ്ടായിരുന്നു. ഇതാ എനിക്ക് വേണ്ടി അവർ കേക്ക് ഉണ്ടാക്കി വന്നിരിക്കുന്നത് കണ്ടില്ലേ? ഞാൻ ബൈക്കിൽ നിന്ന് താഴെ വീണപ്പോ അവര് ജോണിനെ പിടിക്കാൻ പോയിരിക്കുകയാണ്. പൊളിച്ചെടുത്തല്ലോ. സമയം കളയാതെ നമുക്ക് കേക്ക് മുറിക്കാം. ഈ കേക്കിന് നല്ല രുചി ഉണ്ടാവും ട്ടോ. അതെ അതെ, ആ കേക്ക് അങ്ങ് മുറിക്ക് ചിങ്കൻ സാറേ. മോട്ടുവും പത്ലുവും ജോണിനെ പിടിച്ചു കഴിഞ്ഞ് എത്ര നേരത്തിനുള്ളിൽ വരുമെന്ന് ഞങ്ങൾക്ക് അറിയില്ല സാറേ. ചിലപ്പോ രാത്രിയൊക്കെ ആയെന്ന് വരാം. മോട്ടു പത്ലു, താങ്ക് യു ഫോർ ദ കേക്ക്. എനിക്ക് നിങ്ങൾ ബർത്ത്ഡേ ഗിഫ്റ്റ് തന്നിട്ടില്ല. എവിടെ? ഗിഫ്റ്റ് വേണോ?
ഗിഫ്റ്റ് വേണോ? 10 പേരും ഇയാൾക്ക് ഗിഫ്റ്റ് കൊടുക്കാം. എന്റെ അമ്മോ, എന്റെ 14 ദിവസമായിട്ട് എന്തിനാ നിങ്ങൾ എന്നെ ഇങ്ങനെ തല്ലുന്നത്? ഇതിന് മാത്രം ഞാൻ എന്ത് തെറ്റാണ് നിങ്ങളോട് ചെയ്തത്? എന്റെ അമ്മോ, ആരെങ്കിലും എന്നെ രക്ഷിക്കണേ. ഓടി ഓടി വിശന്നിട്ട് കുടല് കരിയുന്നു. എനിക്ക് തോന്നുന്നു നമുക്കിപ്പോ കേക്ക് കഴിക്കാനുള്ള സമയമായെന്ന്. കൊള്ളാം ബോസ്, കൊള്ളാം. എന്ത് നല്ല കവിതയാ. നിൽക്കൂ, അത് കഴിക്കാൻ പാടില്ല. ഭാഗ്യം കൊണ്ട് അവന്മാര് മുഴുവനും കഴിച്ചില്ല. വേഗം പോകാം, അല്ലെങ്കിൽ കേക്ക് കോമ്പറ്റീഷൻ കഴിയും. വേഗം കുറച്ച് സമൂസകൾ കഴിച്ചേക്കാം. എന്റെ മോട്ടു, ഒരു ദിവസം നിനക്ക് സമോസനെ വെറുതെ വിടാൻ പറ്റില്ലേ? ഇപ്പൊ തന്നെ നമ്മള് ലേറ്റാ. ചായക്കട ചേട്ടാ, ഞങ്ങളിപ്പോ കേക്ക് കോമ്പറ്റീഷൻ മത്സരത്തിൽ പങ്കെടുക്കാൻ പോവുക. പെട്ടെന്ന് ഞങ്ങളോട് ഒരു ഓൾ ദി ബെസ്റ്റ് പറഞ്ഞു നോക്കട്ടെ. എന്റെ ഓൾ ദ ബെസ്റ്റ് എപ്പോഴും നിങ്ങളുടെ ഒക്കെ തന്നെ കൂടെ ഉണ്ട്. അതല്ല, സമൂസ ഇല്ലാതെ ഒരാളോട് ഓൾ ദി ബെസ്റ്റ് പറയാന്ന് വെച്ചാൽ അത് ശരിയല്ല. സമൂസ തന്നിട്ട് പറയൂ. ഒരു സമോസ പോലും തരില്ല ഞാൻ. ഇന്നലെ എന്നെ വിഡ്ഢിയാക്കി കടന്നു കളഞ്ഞല്ലേ. ഒക്കെ അവിടുന്ന് ദാ നിക്കുന്നു മോട്ടു. എന്റെ 2 മാസത്തെ റേഷന്റെ കാശ് അവൻ തന്നിട്ടില്ല. തന്റെ മാത്രല്ല, എന്റെ പച്ചക്കറിയുടെ, ഇയാളുടെ പാലിന്റെ, അയാളുടെ പലചരക്കിന്റെ ഒന്നിന്റെ പൈസ കൊടുത്തിട്ടില്ല. തനിയെ കേക്ക് ഉണ്ടാക്കി അവൻ കഴിക്കുക. നമുക്ക് തരാൻ പൈസയും ഇല്ല അവന്റെ കയ്യിൽ. നിക്കടാ അവിടെ, എങ്ങോട്ടാ ഓടുന്നത്? പിടിക്കാൻ വരെ. ഞാൻ നിൽക്കാൻ അവിടെ. നിക്കടാ അവിടെ. എവിടെ വരെ ഓടും? പൈസ തന്നിട്ട് പോടാ. നിക്കടാ അവിടെ. ആ മോട്ടു, ഒന്ന് ആ കേക്ക് പോടാ. ഒന്ന് നിക്ക്. നിങ്ങളെല്ലാവരും ഞങ്ങളെ തെറ്റിദ്ധരിച്ചിരിക്കുക. എന്റെ മോട്ടു, നീ എന്തിനാ അവിടെ നിക്കുന്നേ? നീയല്ലേ ഇപ്പൊ നിക്കാൻ പറഞ്ഞത്? നിക്കേന്ന്. എവിടെ പോയി അവന്മാര്? എന്റെ കേക്ക് മുഴുവനും തീർന്നു പോയി. പത്തുലു, ഇനിയിപ്പോ നമ്മൾ എന്താ ചെയ്യാ? കോമ്പറ്റീഷൻ കേക്കിന്റെ അല്ലാതെ കേക്ക് പീസിന്റെ അല്ല. മോട്ടുപത്രു, നിങ്ങൾ ഈ കേക്ക് എടുത്തോണ്ട് എങ്ങോട്ടാണ് ഓടിക്കളഞ്ഞത്? എനിക്ക് നിങ്ങളോട് ഭയങ്കര ദേഷ്യം വരുന്നുണ്ട്. ആദ്യം നിങ്ങൾ എനിക്ക് വേണ്ടി കേക്ക് ഉണ്ടാക്കി, പക്ഷെ എനിക്കത് കഴിക്കാൻ പോലും തന്നില്ല. ഒരു ബർത്ത്ഡേ വിഷ് പോലും എനിക്ക് ചെയ്തില്ല. മാത്രമല്ല, ഗിഫ്റ്റ് ചോദിച്ചപ്പോ നിങ്ങൾ എന്നെ തല്ലി ചതച്ചു. പറയൂ 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 പറയൂ, എന്തുകൊണ്ട്? വൈ 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 വൈ? ചിങ്കം സാറെ മിണ്ടാതിരുന്നോ? അവന്റെ തലയ്ക്ക് ചൂട് പിടിച്ചിരിക്കുക. എനിക്കങ്ങനെ മിണ്ടാതിരിക്കാൻ പറ്റില്ല. എന്റെ കേക്ക് എവിടെ പോയി? എന്തുകൊണ്ട് ഗിഫ്റ്റ് തന്നില്ല? എന്തുകൊണ്ട് പാർട്ടി വെച്ചില്ല? പിടിച്ചോ കേക്ക്. ഇത് ഇരിക്കട്ടെ. ഹാപ്പി ബർത്ത്ഡേ. എന്താ ഇവിടെ സംഭവിക്കുന്നത്? ഇതിന് മാത്രം ഞാനിപ്പോ എന്താണ് ഇവിടെ പറഞ്ഞത്? തെറ്റായി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം. ഇന്ത്യ നിയമമാണ് സത്യം, ഭാരതമാതാവാണ് സത്യം. പൊളിച്ചെടുത്തല്ലോ. ഈ മോട്ടുണ്ടത് എന്താ പറ്റിയത്? ഞങ്ങളുടെ കൂടെ വാ, അപ്പ എല്ലാം മനസ്സിലായിക്കോളും. ഇനി മത്സരാർത്ഥികളുണ്ടെങ്കിൽ അവരുടെ കേക്കുമായിട്ട് പെട്ടെന്ന് വരേണ്ടതാണ്. ഇല്ലെങ്കിൽ ഞാൻ റിസൾട്ട് പറയാൻ പോവുകയാണ്. നീ എന്തിനാ കറാന്നേ മോട്ടു? കണ്ടസ്റ്റൻസ് ഒക്കെ ഇവിടെ ഉണ്ട്, പക്ഷെ അവരുടെ കയ്യിൽ കേക്കാണില്ലാത്തത്. സാറേ, ഈ ഒരു പീസ് മാത്രമേ ബാക്കിയുള്ളൂ.
ഇത്ര ചെറിയ കേക്കാണോ ഉണ്ടാക്കിയേ? ഇപ്പൊ മനസ്സിലായില്ലേ കേക്ക് ഉണ്ടാക്കുന്നത് വളരെ പ്രയാസമാണെന്ന്. പത്തുലു, വെറും വയറ്റിൽ എന്റെ ബുദ്ധി പ്രവർത്തിക്കില്ലെന്ന് അറിഞ്ഞൂടെ നിനക്ക് എന്തെങ്കിലും ചെയ്യൂ. ഐഡിയ. മേയർ സാറേ, ഞങ്ങളുടെ കേക്ക് ഭയങ്കര ടേസ്റ്റ് ആണ്. വായി കൂടെ കപ്പലോടും. എല്ലാവരും പിടിച്ചു വലിച്ച് തിന്നായിരുന്നു. വളരെ കഷ്ടപ്പെട്ടാ ഞങ്ങൾ ഈ പീസ് ഇങ്ങോട്ട് കൊണ്ടുവന്നത്. ഒരു പ്രശ്നവും ഇല്ല, തരൂ, ഞാൻ ടേസ്റ്റ് ചെയ്തിട്ട് പറയാം എങ്ങനെ ഉണ്ടെന്ന്. ഇത് സമൂസ കേക്കാണ്. സമൂസ കേക്ക് കൊള്ളാം, അടിപൊളി. കൊള്ളാം കൊള്ളാം, എന്ത് നല്ല ടേസ്റ്റ്. ഇവർക്കാണ് ഫസ്റ്റ്. മേയർ സാർ, നിങ്ങൾ ബാക്കി കേക്കും കഴിക്കൂ. സാർ സമൂസ മാത്രമാണ് ഇപ്പൊ കഴിച്ചത്. ഓഹോ, സോറി സോറി. ഈ കേക്ക് തന്നെയാണ് ഏറ്റവും രുചികരമായ കേക്ക്. മോട്ടോനും പത്ലുവിനും 1ാം സമ്മാനം കൊടുക്കുകയാണ്. ചിങ്കം സാർ, എന്തൊക്കെയുണ്ട്? ഈ ഗോൾഫ് കോഴ്സിലേക്ക് നിങ്ങൾ എങ്ങനെയാ എത്തിയത്? അപ്പൊ ഫുർഫുറി നഗറിലെ മോഷണമൊക്കെ കുറഞ്ഞു എന്നാ തോന്നുന്നേ, അല്ലേ സാറേ? മോട്ടുപത്രു, നിങ്ങൾക്ക് അറിയില്ല, അടുത്ത മാസം ഇവിടെ ഗോൾഫ് കോമ്പറ്റീഷൻ ഉണ്ട്. ഫസ്റ്റ് പ്രൈസ് പറഞ്ഞിരിക്കുന്നത് 1 ലക്ഷം രൂപയാണ്. ഞാനും എന്റെ ഡാഡിയും ആ മത്സരത്തിൽ പങ്കുകൊള്ളാൻ തീരുമാനിച്ചിരിക്കുന്നു. ഇന്ത്യ രാജ്യമാണ് സത്യം, ഭാരത മാതാവാണ് സത്യം. ഞങ്ങൾ ജയിക്കുക തന്നെ ചെയ്യും. പത്തുലു, എങ്കിൽ പിന്നെ നമുക്കും ഗോൾഫ് കളിക്കാം. വരൂ. മോട്ടുപത്രു, ഈ ഗെയിം നിങ്ങൾക്കുള്ളതല്ല, പക്ഷെ എങ്കിലും നിങ്ങൾക്ക് ഞാൻ പഠിപ്പിച്ചു തരാം. ടീ തന്നോളൂ. എന്റെ അമ്മോ, എന്തത്? മോട്ടുപത്രു, ടീ എന്ന് ഉദ്ദേശിച്ചത് ഇതല്ല. ഗോൾഫ് ഗെയിമിൽ ടീ എന്ന് പറയുന്നത് ഇതാണ്. ഇതാ കണ്ടോളൂ. ഓട്ടോ, ആ ഗോൾഫ് സ്റ്റിക്കിനെ ഇങ്ങനെ പിടിക്കണം, എന്നിട്ട് നല്ല ഫോഴ്സിൽ അടിക്കണം. ബോൾ അവിടെ പോയി വീഴണം. ആ കൊടി കാണുന്നില്ലേ, അവിടെ പോയി വീഴണം. മനസ്സിലായല്ലോ? ഒന്ന് മാറി നിൽക്കും ബബിൾഗം സാറേ, ഇപ്പൊ കാണിച്ചു തരാം. ഇതൊക്കെ ഞാൻ കൊച്ചിലേ കളിച്ച് ശീലിച്ചതല്ലേ. പത്രു, നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? ഓ മൈ സൺ, എന്തു പറ്റി? ഓ, എന്റെ അമ്മേ, അയ്യോ. ഡാഡി, സൂക്ഷിച്ചു വേണം. എന്റെ അമ്മോ. ഡാഡി, നോക്കിട്ട് വേണം. എന്റെ അമ്മോ. ഡാഡി, സ്റ്റാച്ചു, ആരും അനങ്ങി പോകരുത്. ഇനി അനങ്ങിക്കോ. ഓക്കെ മോട്ടു, നീ വീണ്ടും അടിക്ക്. മോട്ടുവിന്റെ അടുത്തുനിന്ന് മാറി നിൽക്കുന്നതാ ബുദ്ധി. എന്തൊരു ഷോട്ടാന്ന് നോക്കിയേ. നിന്നെ വെറുതെ വിടില്ല. സോറി, ഇപ്രാവശ്യം നോക്കിയോ. ഇപ്രാവശ്യം ഞാൻ അടിക്കാൻ പോകുന്ന ഷോട്ട് ഈ ലോകത്തിൽ ആരും തന്നെ അടിച്ചു കാണില്ല.
വൗ, അടിപൊളി ഷോട്ടായിരുന്നു മോട്ടു. പക്ഷെ കുറച്ചുകൂടി ഇംപ്രൂവ്മെന്റിന്റെ ആവശ്യമുണ്ട്. ഇപ്രാവശ്യം സ്വയം പറന്നു പോകുന്നതിന് പകരം ബാളിനെ അടിച്ചു തെറിപ്പിക്ക്. ഇത് അവന്മാരുടെ സ്ഥിരം പരിപാടിയാ. ഇന്ന് ഞാൻ അവന്മാരെ വെറുതെ വിടില്ല. മര്യാദക്ക് ഇവിടുന്ന് പൊക്കോ. വേറെ എവിടെയെങ്കിലും പോയി കളിക്കേ, അല്ലെങ്കിൽ ശരിയാവില്ല. ഓഹോ, ഇത്രയും പോരുന്ന ഒരു അണ്ണാൻ കുഞ്ഞാണോ നമ്മളെ പേടിപ്പിക്കാൻ വരുന്നത്? ഞങ്ങളെ കുറിച്ച് നിനക്കറിയില്ല. നീ ഞങ്ങൾ എന്ത് ചെയ്യുന്ന? അതെ, അവിടെ നിൽക്കാനാ പറഞ്ഞത്. വേണ്ട മോട്ടു, മോട്ടു താഴേക്ക് ഇറങ്ങ്. വേറെ ബോളില്ലേ നിന്റെ കയ്യില്? ഇത് ബോളിന്റെ പ്രശ്നമല്ല, എന്റെ അഭിമാനത്തിന്റെ പ്രശ്നമാണ്. എന്റെ കൂടെ വരൂ. ഏയ് അണ്ണാൻ, സ്റ്റോപ്പ് സ്റ്റോപ്പ് ഇൻ ദ നെയിം ഓഫ് ലോ. ആ പന്ത് തിരിച്ചു തന്നോ, അത് എന്റെ പന്താണ്. ബോള് മര്യാദക്ക് തിരിച്ചു തന്നോ, ഇല്ലെങ്കിൽ പണി കിട്ടും. നീ ഭയങ്കര ധൈര്യശാലിയാണ് മോട്ടു. ഇവിടേക്ക് നീ വന്നു, ഇനി താഴേക്ക് എങ്ങനെ പോകും? എങ്ങനെ മുകളിലേക്ക് വന്നു അതുപോലെ തന്നെ താഴോട്ട് പോകും. ഒന്ന് താഴേക്ക് നോക്കിക്കേ. ഒരിക്കൽ കൂടി ഞാൻ പറയാം, മര്യാദയ്ക്ക് തിരിച്ചു പോ, ഇല്ലെങ്കിൽ ആ സ്റ്റിക്ക് കൊണ്ട് എന്നെ അടി കിട്ടും. എടാ ഞാനൂലെ, നീ എന്നെ വരട്ടുന്നോ? ദേ ഈ ഗോൾഫ് സ്റ്റിക്ക് എടുത്തിട്ട് എന്നെ ഒന്ന് തല്ല് കാണട്ടെ. കാണട്ടെ നിന്റെ അടി എങ്ങനെയുണ്ടെന്ന്. എടുക്ക് എടുക്ക്, കാണട്ടെ. മമ്മി, ഈ ബദാം കഴിക്കൂ. മോട്ടു, സ്റ്റോപ്പ് സ്റ്റോപ്പ് ഇൻ ദ നെയിം ഓഫ് ലോ. ഇന്ത്യ നിയമമാണ് സത്യം. നീ കാറ്റ് ആൻഡ് മൗസ് കളി മര്യാദയ്ക്ക് നിർത്തിക്കോ. മോട്ടു അവിടെ നിക്ക്, മതിയാക്ക്. വേണ്ട മോട്ടു. എന്താ പറ്റേ? ഒരണ്ണാൻകുഞ്ഞിനെ കണ്ടിട്ടാണോ നീ ഇങ്ങനെ ഓടുന്നത്? നാണമില്ലേ നിനക്ക്? അണ്ണാൻകുഞ്ഞിനെ അല്ല, മേളിലുള്ളവനെ കണ്ട് പേടിച്ചോടുവാ ഞാൻ. മുകളിലുള്ളവനെ കണ്ടിട്ട് എന്തിനാ പേടിക്കുന്നേ? അദ്ദേഹം ദയാലുവാണ്, കൃപാലുവാണ്. പത്തലു, മോളിൽ നോക്കിയിട്ട് പറ, അവൻ ദയാലുവാണോ അല്ല കൃപാലുവാണോ എന്നൊക്കെ. ഇതെന്തൊരു പുതിയ പൊല്ലാപ്പാണ്. ഇന്ത്യ നിയമമാണ് സത്യം, ഭാരതമാതാവാണ് സത്യം. അവനിപ്പോ ഒരു സത്യവും കേൾക്കാനുള്ള മൂഡിലല്ല. ഓടിക്കോ.
മോട്ടു വേഗം എന്തെങ്കിലും ഒന്ന് ചെയ്യേ. ഇങ്ങനെ പോയാൽ നമ്മള് ഗോൾഫ് ആയിരിക്കില്ല കളിക്കുന്നത്. ഐഡിയ. വാ, ആദ്യം പോയ അണ്ണാന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കാം, എന്നിട്ട് കളിക്കാം. പഴംപൊരി, പുട്ട്, കടല. Stop! Stop in the name of law! എന്റെ അമ്മോ! എന്റെ അമ്മോ, എന്റെ മുതുക് വളഞ്ഞല്ലോ. നിന്റെ കാര്യം എങ്ങനെയും സഹിക്കാം, പക്ഷെ എന്റെ മുതുകത്ത് മുഴുവൻ മുള്ള. നിനക്ക് കാണാൻ പറ്റുന്നില്ലേടെ? ഇതെങ്ങനെ എടുത്തു കളയും? അയ്യോ! പത്തുലു, വെറും വയറ്റിൽ എന്റെ ബുദ്ധി പ്രവർത്തിക്കില്ലെന്ന് അറിഞ്ഞൂടെ നിനക്ക് എന്തെങ്കിലും ചെയ്യൂ. ഐഡിയ. സമൂസ. എതിരാളി എത്ര ശക്തിശാലിയാണെങ്കിലും സമൂസയാണ് അതിനുള്ള പരിഹാരം. എടുത്തോ. പ്ലീസ്, നിങ്ങൾ ജയിച്ചിരിക്കുന്നു, ഞാൻ തോറ്റുപോയി. ഹ, നിങ്ങൾ എത്ര ശക്തന്മാരാണ്. സമൂസ കഴിച്ചാൽ നിങ്ങൾ ഇതിനേക്കാൾ ശക്തന്മാരായി തീരും. എന്നോട് ക്ഷമിക്കൂ പ്ലീസ്. എന്നോട് ക്ഷമിക്കില്ലേ? കണ്ടില്ലേ ചെകുത്താൻ പർവ്വതത്തിൽ നിന്ന് ഇറങ്ങി വന്നത്? ചെകുത്താനോ? എവിടെ ചെകുത്താൻ? എനിക്ക് ചെകുത്താനെ ഭയങ്കര പേടിയാ. ഇത് വെറും പഴഞ്ചൊല്ല, പേടിക്കണ്ട. മര്യാദക്ക് അവിടുന്ന് മാറിക്കോ, ഇല്ലെങ്കിൽ നിന്നെയും ചേർത്ത് എനിക്ക് അടിക്കേണ്ടി വരും. ബൈ ബൈ. പിന്നെ ഒരിക്കലും കാണില്ല. ഹാപ്പി ജേണി വീരന്മാരെ. അല്ല, ഇപ്പൊ എന്തിനാ ഹാപ്പി ജേണി പറയുന്നത്? മോട്ടു, ഒരു മിനിറ്റ് നിക്ക്.